അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്യുഹത്തുല്ലാബ് കൈഫ ഹാലുക്കും ബിഖൈർ അൽഹംദുലില്ലാ മർഹബൻ ബിക്കും ഇല സഫിൽ ഖാമിസ്. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അറബിക്കിൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പേജ് നമ്പർ 34 വരെയാണ് എടുത്തിരുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് റഖമു സഫ്ഹ 35 35ാമത്തെ പേജ് മുതലുള്ള 2ാമത്തെ യൂണിറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ വായിച്ചിരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ബയാനാത്തു ഷഖ്സിയ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറബി മാസങ്ങൾ മനസ്സിലാക്കുന്ന, അറബിയിൽ ഇംഗ്ലീഷ് മാസങ്ങൾ എങ്ങനെയാണ് പറയുക എന്നത് എഴുതി പഠിക്കാൻ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 11 മുതൽ 20 വരെയുള്ള എണ്ണം, അൽ ഹാദി അഷർ മുതൽ 20 വരെയുള്ള എണ്ണം വായിച്ചിരുന്നു. പിന്നെ അടുത്തത് നഖ്റ വ നഫ്ഹം, വായിക്കാൻ മനസ്സിലാക്കാൻ. തഅറഫു അലൽ ബയാനാത്തി ഷഖ്സിയ ലി മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചാണ് ഇതിനു മുമ്പുള്ള പാഠഭാഗത്തിൽ നമ്മളൊരു ചെറിയൊരു വിവരണം വായിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റയാണ്, ഒരു പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബയാനാത്തു ഷഖ്സിയ, ഒരാളുടെ വ്യക്തി വിവരങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ക്രോഡീകരിക്കേണ്ടത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അൽ ഇസ്മുൽ കാമിൽ. അപ്പോൾ ഇസ്മുൽ കാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം. ഇസ്മു എന്ന് പറഞ്ഞാൽ നെയിമാണ്, പേരാണ് എന്ന് നമുക്കറിയാം. കാമിൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പേര്, അതാണ് അൽ ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇസ്മുൽ വാലിദ്, അടുത്തത് വാലിദിൻ്റെ പേരാണ് ചോദിച്ചത്. വാലിദ് നമുക്കറിയാം, ഫാദേഴ്സ് നെയിം. അപ്പോൾ നെയിം ഓഫ് ഫാദർ, പിതാവിൻ്റെ പേര് അബ്ദുറഹ്മാൻ കാരോക്ക പാടത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ്. അപ്പോൾ മുഹമ്മദ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്, അബ്ദുറഹ്മാൻ എന്നത് പിതാവിൻ്റെ പേരാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ കാരോക്ക പാടത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഇസ്മുൽ വാലിദ, അടുത്തത് നെയിം ഓഫ് മദറാണ്, മദേഴ്സ് നെയിമാണ്, മാതാവിൻ്റെ പേരാണ് കുഞ്ഞായിഷുമ്മ. അടുത്തത് താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ താരീഖുൽ മീലാദ്, മീലാദ് എന്ന് പറഞ്ഞാൽ ബർത്ത്, ജനനം. താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ്, അപ്പോൾ ജനിച്ച തീയതിയാണ്, ജനന തീയതി. അത് 23 അർബ, അതാണ് റാബിയ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം 4ാമത്തെ മാസം അപ്രിൽ, അബ്രീൽ എന്നാണ് ഏപ്രിലിന് അറബിയിൽ പറയാം, അബ്രീൽ. അൽഫ് വസമാനിമിഅ വസമാനിൻ വതിസ്ഊന മീലാദിയ, 1898. 1000-ന് അൽഫ്. പിന്നെ ഉള്ളത് 800 8 ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് 8-ന് നമുക്കറിയാം സമാനി മിഅ, മിഅത്ത് 100. അപ്പോൾ സമാനിയത്ത് മിഅ 800. അപ്പോൾ അൽഫ് വ സമാനി മിഅ. പിന്നെ പറയേണ്ടത് ഈ 98-ലെ 8 അപ്പോൾ സമാനിൻ വ തിസ്ഈന. തിസ്ഉൻ എന്നാണ് 9 നമുക്കറിയാം. 90-ന് പറയാം തിസ്ഊൻ എന്നാണ്. അപ്പോൾ അൽഫ് വ സമാനി മിഅ വ സമാനിൻ വ തിസ്ഈന മീലാദിയ. മീമിൻ്റെ പൂർണ്ണരൂപം മീലാദിയ എന്നാണ്, അഥവാ ക്രിസ്താബ്ദം. നമ്മൾ AD എന്ന് പറയുന്നതിൻ്റെ അറബിയിൽ പറയുന്നതാണ് മീലാദിയ. അപ്പോൾ താരീഖുൽ മീലാദ്, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് ഏപ്രിൽ 23, 1898. മക്കാനുൽ മീലാദ്, മക്കാൻ എന്ന് പറഞ്ഞാൽ പ്ലേസ്, സ്ഥലം. മീലാദ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞത് തന്നെ ബർത്ത്. അപ്പോൾ പ്ലേസ് ഓഫ് ബർത്ത്, ജനനസ്ഥലം. അത് കൊടുങ്ങല്ലൂരാണ്, കോതുങ്ങല്ലൂർ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അൽ മുഅഹലാത്തു ദിറാസിയ. ദിറാസിയ നമുക്കറിയാം പഠനമാണ്. അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇവിടെ ചോദിച്ചത്. അൽ മുഅഹലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ്, അദ്ദിറാസിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ. അപ്പോൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ ഇവിടെ കൊടുത്തത് അദ്ദേഹം ബക്കാലൂരിയാണ്, അഥവാ BA ആണ്, ഡിഗ്രിയാണ് അദ്ദേഹത്തിൻ്റെ പഠന യോഗ്യത, വിദ്യാഭ്യാസ യോഗ്യത. അൽ മുഅഹലാത്തു ദിറാസിയ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ബക്കാലൂരിയ അഥവാ ബാച്ചിലർ ഡിഗ്രി, അതാണ് BA. അൽ മെഹ്ന, അദ്ദേഹത്തിൻ്റെ ജോബ്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണ് എന്നതാണ്. അൽ മെഹ്നത്ത്, പ്രൊഫഷൻ എന്നാണ് സാധാരണ പ്രൊഫൈലുകളിൽ ഉണ്ടാവുക, അഥവാ ബയോഡാറ്റയിൽ ഉണ്ടാവുക. ഇവിടെ അൽ മെഹ്ന എന്നിടത്ത് പ്രൊഫഷൻ എന്നതാണ്, അദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്താണ്, ജോലി എന്താണ്. മുഹർറിറു ജരീദത്തിൽ അമീൻ, അൽ അമീൻ പത്രത്തിൻ്റെ മുഹർറിറാണ്, അഥവാ എഡിറ്ററാണ് അദ്ദേഹം. അദ്ദിയാന,
ദിയാന എന്ന് പറഞ്ഞാൽ റിലീജിയൻ, മതം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതം അൽ ഇസ്ലാം, ഇസ്ലാം എന്നാണ്. താരീഖുൽ വഫാത്ത്, വഫാത്ത് നമുക്കറിയാം മരണമാണ്, താരീഖ് ഡേറ്റുമാണ്. അപ്പോൾ താരീഖുൽ വഫാത്ത് ഡേറ്റ് ഓഫ് ഡെത്താണ്, അദ്ദേഹം മരണപ്പെട്ട തീയതിയാണ്. അത് 23 തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഏപ്രിൽ 23 ഇത് സലാസും വഇശ്രീൻ 11ാമത്തെ മാസം. 11ാമത്തെ മാസം നവംബറാണ്. നവംബറിന് അറബിയിൽ പറയാം നൗഫംബർ എന്നാണ്. അപ്പോൾ നൗഫംബർ സലാസും വഇശ്രീൻ അൽഫ്, പിന്നെ ഇവിടെ ഉള്ളത് 9 അപ്പോൾ തിസ്ഉമിഅ, പിന്നെ ഈ 5 പറയേണ്ടത്. ഹംസ്, പിന്നെ 40 40. അപ്പോൾ അൽഫ് വതിസ്ഉമിഅ ഹംസ് വ 40 മീലാദിയ. അപ്പോൾ നവംബർ 23 1945 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ബയോഡാറ്റയാണ്, പ്രൊഫൈലാണ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇനി നമ്മുടേത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതാണ് അടുത്ത പേജിൽ, പേജ് നമ്പർ 35 നൊഇദു ബയാനാത്തിന അശഖ്സിയ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് തയ്യാറാക്കാം. അപ്പോൾ ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ, പിന്നെ 1-2 കാര്യങ്ങൾ മാറ്റിയത് കൊണ്ട് അവിടെ നമുക്ക് ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് നമുക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ അൽ ഇസ്മുൽ കാമിൽ, അതെന്താണ് ഫുൾ നെയിം, നമ്മുടെ പൂർണ്ണമായ പേര് ഇവിടെ എഴുതുക. അടുത്തത് ഇസ്മുൽ മദ്രസ, നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര്, നെയിം ഓഫ് സ്കൂൾ, സ്കൂളിൻ്റെ നെയിം. അപ്പോൾ അത് PUPS, അത് അറബിയിൽ BUBS എന്ന് എഴുതുക. അറബിയിൽ തന്നെയാണ് എഴുതേണ്ടത്, അറബി മലയാളത്തിലല്ല. പി എന്നതിന് പകരം B എന്ന് എഴുതിയാൽ മതി, BUBS. അത് പിന്നെ പഞ്ചായത്ത്, അതങ്ങനെ തന്നെ സ്കൂളിൻ്റെ നെയിം ആയതുകൊണ്ട് അതിൽ മാറ്റൊന്നും വരുത്തണ്ട. അതേപോലെ തന്നെ പഞ്ചായത്ത് മൈലക്കാട്ട് എന്ന് എഴുതിയാൽ മൈലക്കാദു എന്ന് എഴുതാം. പിന്നെ അസ്വഫ്, സൊഫ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ക്ലാസ് ഏതാണ് എന്നാണ്. ഇവിടെ നിങ്ങളൊക്കെ 5ാം ക്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ അൽ ഖാമിസ് എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അൽ ഖംസ. അൽ ഖാമിസ് എന്നാണ് 5th എന്നതിന് അറബിയിൽ പറയാം, അൽ ഖാമിസ്. പിന്നെ ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ, പിതാവിൻ്റെ പേര്, അത് ഇവിടെ എഴുതുക അറബിയിൽ. ഇസ്മുൽ വാലിദ, നെയിം ഓഫ് മദർ, മാതാവിൻ്റെ പേര് എഴുതുക. താരിഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി എഴുതുക. മക്കാനുൽ മീലാദ്, അതേപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ജനിച്ച സ്ഥലം, ജനന സ്ഥലവും ഇവിടെ എഴുതുക അറബിയിൽ. താരിഖുൽ മീലാദും അറബിയിലാണ് എഴുതേണ്ടത്. അറബിയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ എഴുതുമ്പോൾ ആദ്യം തീയതി, പിന്നെ മാസം, പിന്നെ അവസാനം ഇയറുമാണ് എഴുതാറുള്ളത്. അറബിയിലാകുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് എഴുതുക, 23/11/1945 മീലാദിയ. ഇങ്ങോട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്, തിരിച്ചല്ല. അതായത് ആദ്യം 23/11/1945 എന്നാണ് അറബിയിൽ, നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ അക്കത്തിൽ എഴുതുന്നത്. ഇത് അറബിയിൽ എഴുതുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എഴുതേണ്ടത്. അതാണ് ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ അവസാനത്തത് ഈ പ്രൊഫൈലിൽ പൂർത്തിയാക്കാനുള്ളത് അൽ ഹിവായ. ഹിവായ എന്ന് പറഞ്ഞാൽ ഹോബി, നമ്മുടെ ഹോബി എന്താണോ അതിന്. ഖിറാഅത്ത്, ഒരാളത് റീഡിങ് ആണെങ്കിൽ അത് എഴുതുക, വായന, അൽ ഖിറാഅത്ത്. പ്ലേയിങ് ആണെങ്കിൽ അൽ ലഅബ്, കളി. ഇനി അതല്ല ചിത്രം വരെയാണെങ്കിൽ അറസ്മ്, ഡ്രോയിങ് എന്ന് എഴുതാം. ഇനി അതല്ല ഒരാൾക്ക് പിന്നെ TV കാണലാണ് പിന്നെ ഒരാളുടെ ഹോബി എങ്കിൽ മുഷാഹദത്തു തെൽഫിസിയോൻ എന്ന് എഴുതുക. അല്ലെങ്കിൽ ഇസ്തിമാഉൽ മൂസിഖി, മ്യൂസിക് കേൾക്കലാണെങ്കിൽ ഇസ്തിമാഉൽ മ്യൂസിഖി. അങ്ങനെ എന്താണോ ഹോബി ആയിട്ടുള്ളത് അത് നമ്മൾ ഇംഗ്ലീഷിലുള്ളത് നമുക്ക് നമ്മുടേത്. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞതല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ ഇംഗ്ലീഷിൽ എന്ത് ചെയ്താൽ മതി, ആ ഹോബി ഇപ്പോൾ ഗൂഗിളിലൊക്കെ ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ടു അറബിക്ക് എന്ന് കൊടുത്താൽ അതിൻ്റെ അറബി ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും, അത് ഇവിടെ എഴുതാം. ഇനി നതഅറഫു ബിൽ ഹുറൂഫി ശംസിയ വൽ ഖമരിയ, ഇവിടെ താഴെ കൊടുത്ത ഈ സെൻറ്റൻസുകളിൽ നിന്ന് ഈ ഭാഗത്തുള്ളത്, ഈ ജുസ്, ഈ ഭാഗത്തുള്ളത് മുഴുവൻ ഹുറൂഫുൽ ഖമരിയയാണ്. അഥവാ ഹുറൂഫുൽ ഖമരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അലിഫും ലാമും ഏതക്ഷരത്തിൻ്റെ മുന്നിൽ എഴുതുമ്പോഴാണോ ലാം ഉച്ചരിക്കുന്നത് ആ അക്ഷരം
അത് ഹുറൂഫുൽ ഖമരിയാണ്. കാരണം അൽ ഖമർ ഇപ്പോൾ ഈ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അൽ ഖമർ എന്ന് വായിക്കുമ്പോൾ ഇതിൽ ലാമിൻ്റെ ഈ സുക്കൂന് ഇവിടെ ഇട്ടിട്ടുണ്ടാവും. അത് നമ്മൾ വായിക്കും. അടുത്ത അക്ഷരം കാഫാണ്. ഈ കാഫ് ലാം ഉച്ചരിക്കുന്ന വാചകമായതുകൊണ്ടാണ് അത്തരം അക്ഷരങ്ങൾക്ക് ഖമരിയ എന്ന് പറയുന്നത്. അശംസ് എന്ന് പറയുന്നതിലും അലിഫും ലാമും ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ ലാം നമ്മൾ പറയുന്നില്ല. അത്തരം ഏതക്ഷരത്തിൻ്റെ മുന്നിലാണോ അലിഫും ലാമും ഇടുമ്പോൾ ലാം പറയാത്തത്, അത്തരം അക്ഷരങ്ങളാണ് അശംസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഖിദ്മത്തുൽ വത്തൻ, ഇവിടെ അലിഫും ലാമും ഇട്ടിട്ട് വാവ് എഴുതിയിട്ടുണ്ട്. ഈ വാവ് എഴുതിൻ്റെ മുന്നിൽ ലാമ് വന്നപ്പോൾ ആ ലാമ് പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം ഈ വാവ് ഹുറൂഫുൽ ഖമരിയയിലാണ് വരിക, അഥവാ അത്തരം അക്ഷരങ്ങളാണ്. ഇത് എന്തിനാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, ചില ആളുകൾ തെറ്റായി വായിക്കാറുണ്ട്. ഇപ്പോൾ അർ റഹ്മാൻ എന്നത് ചില ആളുകൾ അൽ റഹ്മാൻ എന്ന് പറയും, അത് തെറ്റാണ്. അങ്ങനെ അൽ സമക്ക്, അസ്സമക്ക് എന്നുള്ളത് അൽ സമക്ക് എന്ന് വായിക്കും, അത് തെറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി, അപ്പോൾ ഖുർആൻ വായനയിലും ഖുർആൻ ഓതുമ്പോഴും അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ അക്ഷരങ്ങളെ ഹുറൂഫുൽ ഷംസിയ എന്നും ഹുറൂഫുൽ ഖമരിയ എന്നും വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഈ വാവിൻ്റെ മുന്നിൽ ലാമ് വരുമ്പോൾ എന്തായാലും ലാമ് പറയും. ഖിദ്മത്തുൽ വത്തൻ, ഹറക്കത്തുൽ ഇസ്തിഖ്ലാൽ, അവിടെ ഹംസയാണ് അഥവാ അലിഫ്, ഹംസയുടെ മുന്നിൽ ലാമ് വരുമ്പോഴും ലാം ഉച്ചരിക്കും. തഹരീറുൽ ഹിന്ദ്, ഹ എന്ന അക്ഷരത്തിൻ്റെ മുന്നിൽ ലാം വന്നപ്പോഴും ലാം ഉച്ചരിച്ചു. അതിനർത്ഥം ഈ ഹ എന്ന അക്ഷരവും ഹർക്കത്തുൽ എന്നതിലെ ഇസ്തിഖ്ലാലിലെ ഇ എന്ന അക്ഷരവും അഥവാ ഹംസയും ഇതിലെ വാവ് എന്ന അക്ഷരവും ഹുറൂഫുൽ ഖമരിയയിൽപ്പെട്ടതാണ്. ഇനി അൽ അമാലു സിയാസിയ, ഇവിടെ അസിയാസിയയുടെ മുന്നിൽ ലാമുണ്ട്, അലിഫും ലാമുണ്ട്, പക്ഷേ ഈ ലാമ് നമ്മൾ പറയുന്നില്ല. അമാലു എന്ന് കഴിഞ്ഞതിന് ശേഷം നേരെ സീനാണ് വായിക്കുന്നത്. അതിനർത്ഥം ഇതിൻ്റെ മുന്നിൽ ലാമ് വന്നാൽ ലാമ് പറയേണ്ടതില്ല, ആ സീനാണ് കട്ടികൂട്ടി വായിക്കുന്നത് ശബ്ദത്തോടുകൂടി. അപ്പോൾ ഇതിനർത്ഥം ഇത് ഹുറൂഫുൽ ഷംസിയയാണ്. അപ്പോൾ അത്തരം അക്ഷരങ്ങൾ വീണ്ടും ഉണ്ട്. ഇവിടെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രം കൊടുത്തിട്ടുള്ളൂ. മുസല്ലസുൽ ലൗനി, ലാമ് ഹുറൂഫുൽ ഷംസിയയാണ്. തോബൂറു സ്വബാഹി, ഇവിടെയും ലാമ് നമ്മൾ പറയുന്നില്ല, സ്വാദിലേക്ക് ചേർത്ത് ഷദ്ദ് കൊടുത്ത് വായിച്ചു. അതിനർത്ഥം സ്വാദും ഹുറൂഫുൽ ഷംസിയാണ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ അറബി വായിക്കുമ്പോൾ തെറ്റായി വായിക്കും. ഇപ്പോൾ പിന്നെ ചില വാചകങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അർ റഹ്മാൻ അൽ റഹ്മാൻ എന്ന് വായിക്കാറുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ തെറ്റായി വായിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ അക്ഷരങ്ങളെ വേർതിരിച്ച് പഠിപ്പിച്ചു തരുന്നത്. ഇനി അടുത്തത് പേജ് നമ്പർ 36 നോക്കിക്കോളൂ. ഖുതുബത്തു നാദിറുൽ മദ്രസ, നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. പിന്നെ ഇവിടെ നമ്മുടെ ഈ പാഠഭാഗത്തിൻ്റെ മുന്നിൽ നമ്മൾ വായിച്ചിരുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട പിന്നെ സ്കൂളിൽ നടന്ന പതാക ഉയർത്തലും അതിനോടനുബന്ധിച്ച് ഉണ്ടായ പിന്നെ കുട്ടികൾ പാട്ട് പാടിയതും ഒക്കെയാണ് വായിച്ചിങ്ങനെ വരുന്നത്. ഇനി അവിടെ അന്ന് സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് ഹെഡ് മാസ്റ്റർ നടത്തിയ പ്രസംഗമാണ് നമുക്കൊന്ന് വായിക്കാനുള്ളത്. അത് ഖുതുബത്തു നാദിറുൽ മദ്രസ, HMന് ഹെഡ് മാസ്റ്റർക്ക് പറയുന്ന അറബി വാക്ക് നാദിറുൽ മദ്രസ എന്ന. ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗം, ഖുതുബത്തു നാദിറുൽ മദ്രസ, HMൻ്റെ ഹെഡ് മാസ്റ്ററുടെ പ്രസംഗം. അയ്യുഹൽ അഹിബ, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ. അയ്യുഹൽ അഹിബ, സ്നേഹമുള്ളവരെ എന്നാണ് അഹിബ. ഇസ്തഖല്ലത്തിൽ ഹിന്ദു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ഫി 15 ഓഗസ്തസ് ആം 1947 മീലാദിയ, 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. നഹ്തഫിലു ബിദാലിക്കൽ യൗം കുല്ല ആമിൻ ഈദൽ ഇസ്തിഖ്ലാൽ. നഹ്തഫിലു ബിദാലിക്കൽ യൗം, ആ ദിവസം നമ്മൾ ആഘോഷിക്കുന്നു. കുല്ല ആമിൻ, എല്ലാ വർഷവും. ഈദൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനാഘോഷമായി. നഹ്നു അൽ യൗമ അഹ്റാർ, നഹ്നു എന്ന് പറഞ്ഞാൽ നമ്മൾ, അൽ യൗമ ഇന്ന്, അഹ്റാർ സ്വതന്ത്രരാണ്. ഹുർവൻ അതിൻ്റെ ജം ആണ്, ബഹുവചനാണ് അഹ്റാർ അഥവാ സ്വതന്ത്രൻ. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരാണ്. വകുന്ന, നമ്മളായിരുന്നു. തഹ്ത സൈത്തറത്തിൽ ബരീത്വാനിയ, ബരീത്വാനിയൂൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, സൈത്തറത്ത് എന്ന് പറഞ്ഞ ഭരണം, ആധിപത്യം. അപ്പോൾ വകുന്ന തഹ്ത സൈത്തറത്തിൽ ബരീത്വാനിയാൻ,
ബരിത്വാനിയീൻ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് തഹ്ത കീഴിലായിരുന്നു നമ്മൾ. ജാഹദ സുഅമാഹുൽ ഹിന്ദ്, ജാഹദ എന്ന് പറഞ്ഞാൽ പരിശ്രമിച്ചു. സഈമുൻ എന്നതിൻ്റെ ജംആണ് സുഅമാ, സുഅമാ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ. അൽ ഹിന്ദ് ഇന്ത്യയിലെ നേതാക്കന്മാർ പരിശ്രമിച്ചു. എന്തിനും? ലിതഹ്രീരി വതനിന അൽ മഹ്മൂബ്, മഹ്ബൂബ് എന്ന് പറഞ്ഞാൽ പ്രിയങ്കരമായ, വതനിന നമ്മുടെ ദേശത്തെ, തഹ്രീർ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ പ്രിയങ്കരമായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയിലെ നേതാക്കന്മാർ ജാഹദ പരിശ്രമിച്ചു. തദക്കറ ഓർത്തു, നാളുറുൽ മദ്രസ എച്ച്.എം ഹെഡ് മാസ്റ്റർ ഫി കലിമാത്തിഹി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സുഅമാ അൽ വതൻ ദേശത്തിലെ നേതാക്കന്മാരെ, ലീഡർമാരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഹെഡ് മാസ്റ്റർ അനുസ്മരിച്ചു. മിഥില ആരെപ്പോലെ? മഹാത്മാ ഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, വഗൈരിഹിം അവരല്ലാത്തവരെയും. അപ്പോൾ പ്രധാനപ്പെട്ട ചില രാജ്യത്തെ നേതാക്കന്മാരെ, അന്നത്തെ കാലത്ത് നേതാക്കന്മാരെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ദേശത്തിന് വേണ്ടി പോരാടിയ, ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആ നേതാക്കന്മാരുടെ പേരുകൾ നാളുറുൽ മദ്രസ എച്ച്.എം തദക്കറ അനുസ്മരിച്ചു. ഇത്രയാണ് ആ പ്രസംഗത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഇതിലെ പുതിയ പദങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇസ്തഖല്ല എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടി. പിന്നെ അതിൽ മനസ്സിലാക്കാനുള്ളത് നെഹ്തഫിലു നമ്മൾ ആഘോഷിക്കുന്നു. കുല്ല ആമിൻ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും. ഈദുൽ ഇസ്തിഖ്ലാൽ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ ദിനാഘോഷം. പിന്നെ അഹ്റാർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രർ. സൈത്തറത്ത് എന്ന് പറഞ്ഞാൽ ആധിപത്യം, ഭരണം. ബരിത്വാനിയൂൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ. സുഅമാ എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ. ജാഹദ പരിശ്രമിച്ചു. തഹ്രീറുൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം. പിന്നെ ഇതിൽ മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നാളുറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ എച്ച്.എമ്മിനാണ് പറയാം. ഇത്രയാണ് അതിൽ മനസ്സിലാക്കാനുള്ള പുതിയ വാക്കുകൾ. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് നഖറു വനത്തവഖ് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ്. ഇവിടെ ലൗനുൽ അഹ്മർ ആണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, അഥവാ റെഡ് കളറിൽ ചുവന്ന നിറത്ത് കൊടുത്തിട്ടുള്ളത്. ഈ 5 വാചകങ്ങളിൽ, ഈ 5 സെൻറ്റൻസുകളിൽ ചുവന്ന നിറത്തിൽ ആദ്യം കൊടുത്തിട്ടുള്ളതൊക്കെ ഫിഅലുകളാണ്, അഥവാ ഫിഅലു മാലിയാണ്, പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്, അഥവാ ഭൂതകാല ക്രിയയിലുള്ള ക്രിയയാണ്. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ഇർത്തദ ധരിച്ചു അഥവാ വസ്ത്രം ധരിച്ചു, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി, ഇസ്തഫ എന്ന് പറഞ്ഞാൽ അണിയണിയായി വരി വരിയായി നിന്നു, അൽഖ എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചു. അപ്പോൾ ഇവിടെ ദഹബ നബീലുൻ ഇലൽ മദ്രസ, നബീൽ മദ്രസയിലേക്ക്, സ്കൂളിലേക്ക് പോയി. അപ്പോൾ അവിടെ ലൗനുൽ അഖ്ലറിൽ ഗ്രീൻ കളറിൽ പച്ച നിറത്ത് കൊടുത്തിട്ടുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുക. അവയുടെയൊക്കെ ഹർക്കത്തുകളാണ് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ ദഹബ ഫിഅൽ മാലി അഥവാ പാസ്റ്റ് ടെൻസിലുള്ള ഭൂതകാല ക്രിയയുടെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള അക്ഷരത്തിൻ്റെ ഹർക്കത്ത് അഥവാ ഫത്തഹ് കസ്ർ ലൊമ്മിനാണ് നമ്മൾ ഹർക്കത്ത് എന്ന് പറയാം. അത് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഫത്തഹാണ്, ഇവിടെയും ഫത്തഹാണ്, ഇവിടെയും ഫത്തഹാണ്, ഇവിടെയും ഫത്തഹാണ്, ഇവിടെയും ഫത്തഹാണ്. അഥവാ ദഹബ, ഇർത്തദ, റഫഅ, ഇസ്തഫ, അൽഖ. അപ്പോൾ ദഹബ നബീലുൻ രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ആരാണ് പോയത്? നബീലാണ് പോയത് സ്കൂളിലേക്ക്. അപ്പോൾ പോവുക എന്ന ക്രിയ, ആ കാര്യം ചെയ്തത് ആരാണ്? നബീലാണ്. അതുകൊണ്ടാണ് ആ കാര്യം ചെയ്ത ആൾക്ക് നമ്മൾ ഫായിൽ എന്ന് അറബിയിൽ പറയും, അഥവാ കർത്താവ് എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. ഇംഗ്ലീഷിൽ സാധാരണ നമുക്കറിയാം സബ്ജക്റ്റ് എന്നാണ് ഇതിന് പറയുക. ഈ ഫിഅലിൻ്റെ സ്ഥാനത്തിന് വെർബ് എന്ന് പറയും, ഇതിന് ഒബ്ജക്റ്റ് എന്നും പറയും. അഥവാ ഫിഅൽ, ഫാഇൽ, ഇത് രണ്ടും ഇപ്പോൾ പ്രത്യേകം മനസ്സിലാക്കിയാൽ മതി. ഫിഅൽ മാലി ഫത്തഹാണ്, ഫാഇലിന് ആ കാര്യം ചെയ്ത ആൾക്ക് അയാളെ അക്ഷരത്തിൻ്റെ പദത്തിൻ്റെ അവസാനത്തിൽ ലൊമ്മോ തൻവീനോ ആയിരിക്കും. ദഹബ നബീലുൻ ഇലൽ മദ്രസ, ഇർത്തദ നബീലുൻ ലിബാസം മദ്രസിയ, നബീൽ ലിബാസം മദ്രസിയ സ്കൂൾ യൂണിഫോം ധരിച്ചു. അപ്പോൾ അവിടെ ധരിക്കുക, സ്കൂൾ യൂണിഫോം ധരിക്കുക എന്ന പ്രവൃത്തി ചെയ്തത് നബീലാണ്, ഫാഇൽ. റഫഅ നാളിറുൽ മദ്രസ അലമൽ ഹിന്ദ്, റഫഅ ഉയർത്തി, ഇതാണ് അപ്പോൾ ഫിഅൽ. നാളിറുൽ മദ്രസ സ്കൂൾ ഹെഡ് മാസ്റ്റർ അഥവാ ഹെഡ് മാസ്റ്റർ എന്നതാണ് ഇവിടുത്തെ ഫാഇൽ നാളിർ.
അലമൽ ഹിന്ദ് ഇന്ത്യൻ പതാക. ഇസ്തഫ നബീലുൻ മാ അസ്തിഖാഇഹി, നബീൽ കൂട്ടുകാരോടൊപ്പം സൊഫ് നിന്നു അഥവാ വരി വരിയായി നിന്നു. ഇസ്തഫ എന്ന പദമാണ് ഫിഅൽ, വരി വരിയായി നിന്നു. നിന്നത് ആരാണ്? നബീലാണ്. അപ്പോൾ അതാണ് കർത്താവ് ഫാഇൽ. അൽക്ക പ്രസംഗിച്ചു. നാളിറുൽ മദ്രസ എച്ച് ഖുതുബത്തൻ വജീസ, ഒരു ചുരുങ്ങിയ പ്രസംഗം ഹെഡ് മാസ്റ്റർ നിർവഹിച്ചു. അപ്പോൾ ഇവിടെ പ്രസംഗിച്ചു എന്നത് അൽക്ക, അതാണ് ഫിഅൽ. നാളിർ അൽ മദ്രസ സ്കൂൾ എച്ച് ഹെഡ് മാസ്റ്റർ എന്നതാണ് ഫാഇൽ. ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാചകങ്ങൾ എഴുതിയതിന് ശേഷം അതിൻ്റെ താഴെ അതിൻ്റെ അർത്ഥം എഴുതുക. അപ്പോൾ ഈ പദങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകും. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം അടുത്ത പാഠഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പൂർത്തിയാക്കുക. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വ്യക്തിവിവരങ്ങൾ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടേത് അവിടെ പൂരിപ്പിച്ച് അയച്ചു തരുകയും ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇത് പൂരിപ്പിച്ച് അയക്കുക, മറ്റൊന്ന് ഇതിൻ്റെ അർത്ഥം താഴേക്ക് എഴുതി നോട്ട്ബുക്കിൽ പകർത്തി എഴുതുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.